മലയാളിയുടെ പുതുവർഷ പുലരി കൂടിയായ ചിങ്ങം 1 മോർണിംഗ് ഷോയ്ക്കൊപ്പം ചേരുന്നു മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മ. പൊന്നമ്മ ചേച്ചി, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമ്മുടെ പഴയ ചിങ്ങ പുലരികളിലെ അല്ലെങ്കിൽ ചിങ്ങമാസക്കാലത്തിലെ വിശേഷങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. വലിയൊരു ആഘോഷം എന്നൊക്കെ പറയാനുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് മാത്രമാണ്. ഒരുപാട് വിഭവങ്ങൾ കൂട്ടിയുള്ള സദ്യ, പായസം, പുതിയ വസ്ത്രങ്ങൾ. തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതിഥികളൊക്കെ വരിക, അല്ലെങ്കിൽ റിലേഷൻസൊക്കെ വരിക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. സെറ്റിലെ ഓണക്കാലവും ഏറെ മാറിപ്പോയോ? ഒരു രണ്ട് തലമുറയുടെ സിനിമാ തലമുറയ്ക്കൊപ്പം ഉള്ള ഒരാൾ കൂടിയാണ് പൊന്നമ്മ ചേച്ചി. സെറ്റിലെ ഓണക്കാലങ്ങളും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ മാറിപ്പോയോ ഇപ്പോൾ? സെറ്റിലെ മാറ്റങ്ങൾ അത് കാലഘട്ടത്തിൻ്റെതായ മാറ്റമാണ്. സെറ്റിലെ ഓണങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മറ്റേ ബോയ്സിനും അവർക്കും ഇവർക്കുമൊക്കെ ഭക്ഷണങ്ങൾ വിളമ്പി കൊടുക്കും. അങ്ങനെ സെറ്റിലുള്ള സമയത്ത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം പാക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ. കഴിയുന്നതും എല്ലാവരും പാക്കറ്റ് ഓണമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെയൊന്നും അല്ല. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി, ഇഞ്ചിക്കറി പോലുള്ള സാധനങ്ങളൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പായസം കുടിക്കുക എന്നുള്ള ഒരു പുതിയ വസ്ത്രം ഇടുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് ഊഞ്ഞാൽ പേടിയാണ്. അത് ഇന്നും പേടിയാണ്. ഞാൻ ഊഞ്ഞാലിൽ കയറില്ല. സിനിമയിൽ വല്ലതും അങ്ങനെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം പേടിച്ച് കയറുമെന്നല്ലാണ്ട് ഞാൻ ഊഞ്ഞാലിൽ കയറിയിട്ടേ ഇല്ല കുട്ടിക്കാലത്തൊന്നും. ഇപ്പോഴും ഭയമാണ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കുള്ള ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളൊക്കെ വരുന്നുണ്ട്. മകളും പേരക്കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം കുറച്ച് ഏറെ സന്തോഷമുണ്ട്. ഈ കലാകാരന്മാർക്കും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു മാസമായിരിക്കണം ഈ ചിങ്ങമാസം. കാരണം വസന്തകാലമാണ്. ഒരു വലിയ മഴയും പ്രളയവും ഒക്കെ കഴിഞ്ഞു വരുന്ന വസന്തകാലമാണ് ചിങ്ങമാസം. അങ്ങനെ കുട്ടിക്കാലത്ത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിങ്ങമാസത്തിലൊക്കെ പാട്ട് പാടുക, അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ട പാട്ട് പാടുക, മറ്റ് കലാപരിപാടികളിൽ ഏർപ്പെടുക. പൊന്നമ്മ ചേച്ചി ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരി എന്ന നിലയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഓർമ്മകൾ, പാട്ടുകൾ ഒരു 2 വരി പങ്കുവയ്ക്കാൻ കഴിയുമോ? പാടാൻ വയ്യ. എന്നാലും പറഞ്ഞു വന്നത് അങ്ങനെ മാറിപ്പോയി. കുട്ടിക്കാലത്തെ സംഗീതം പഠിച്ചിട്ടുണ്ട്. 11ാമത്തെ വയസ്സിൽ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കൊച്ചു കച്ചേരിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നാടകത്തിൽ പാടാൻ പോയാണ്. അങ്ങനെ നാടകത്തിൽ പാടാൻ പോയി. പക്ഷേ ഹീറോയിനെ കിട്ടാത്തത് കാരണം അന്ന് എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ആളൊക്കെ ഇച്ചിരി സൈസൊക്കെ ഉണ്ട് അന്നേ. അപ്പോൾ അങ്ങനെ എന്നെ പിടിച്ച് ഹീറോയിനാക്കിയതാണ് നാടകത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സിനിമയിൽ വന്നു. ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം 62ലാണ് ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ മണ്ടോദരി എന്ന് പറയണ അത് ചെയ്തു. പിന്നീട് കുടുംബിനിയാണ് എൻ്റെ വഴിത്തിരിവുണ്ടാക്കിയ സിനിമ. അതുവരെ എനിക്ക് സിനിമ അഭിനയിക്കണമെന്ന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബിനി നന്നായി ഓടിയപ്പം പിന്നെ മനസ്സൊന്ന് മാറി. അന്നത്തെ സൂപ്പർ ഹിറ്റ് ഫിലിം അത് വളരെ നന്നായിട്ട് ഓടി. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ് പിന്നെ സിനിമയിൽ തന്നെ നിൽക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായത്. ഞാൻ ഈ മിക്കവാറും എവിടെയായിരുന്നാലും സെറ്റിലാണെങ്കിൽ വീട്ടിലെത്താൻ ശ്രമിക്കാറുണ്ട്. വളരെ കുറച്ച് ഓണം മാത്രമേ ഞാൻ സെറ്റിൽ നിന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ എവിടെയായിരുന്നാലും, ചെന്നൈയിലായിരുന്നപ്പോഴും എവിടെയായിരുന്നപ്പോഴും വീട്ടിലെ എല്ലാവരോടും ഒത്ത് ഭക്ഷണം കഴിക്കണം എന്നൊരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പൊന്നമ്മ ചേച്ചിയുടെ ഒരു ഉണ്ണിക്കണ്ണനെ കുറിച്ചൊരു പാട്ട് പാടാം. ഞാനിത് പലപ്പോഴും പാടിയിട്ടുള്ളതാണ്. ഉണ്ണിക്കണ്ണായോ
ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കു നീയൊരു മുത്തം തായോ. അതെ, ശരിയാവണില്ല. വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ പൊന്നമ്മ ചേച്ചി ഒരു ചെറിയ ഒരു ഓണ വിഭവം കൂടി, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓണ വിഭവം കൂടി പ്രേക്ഷകർക്കായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിന് ഞാൻ തന്നെ കഷ്ണങ്ങളൊക്കെ നറുക്കും. എല്ലാത്തിനും കഷ്ണങ്ങളൊക്കെ ഞാൻ തന്നെ അരിയുക ഇപ്പോഴും. അപ്പോൾ അതെല്ലാം ഒരു നല്ല ഒരു ലെവലായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഇരിക്കണമെന്നൊക്കെ ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും പുളിയില്ലാത്ത തൈരും ഇച്ചിരി അച്ചാറും ചോറും ഉണ്ടെങ്കിൽ, ചോറാണ് ഒരിക്കലും നമുക്ക് മടുക്കാത്ത ഒരു സാധനം. ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചോറ്, സാമ്പാർ, പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കും. അത് ഇപ്പോൾ ഇത്തിരി സുഖമില്ലായ്മയൊക്കെ വന്നതുകൊണ്ട് ഭക്ഷണത്തിൽ ഇത്തിരി നിയന്ത്രണമാണ്. ഈ തടി ഭക്ഷണം കഴിച്ചിട്ടല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഓണം കുടുംബത്തോടൊപ്പമാണ്. ഈ ഓണം കുടുംബത്തോടൊപ്പമാണ്, മുഴുവൻ എല്ലാവരും വരുന്നുണ്ട്. അതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. നിങ്ങൾക്കറിയാം, ജനസേവയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് എനിക്ക് ഇഷ്ടമല്ല കുഞ്ഞുമക്കളെ. അത് ആഘോഷപൂർണ്ണമാകട്ടെ. ഏതായാലും പൊന്നമ്മ ചേച്ചിയുടെ ഇത്തവണത്തെ ഓണം അഡ്വാൻസ്ഡ് ആയിട്ട് ഓണം ആശംസകൾ തരുന്നു മാതൃഭൂമി ന്യൂസിന്റെ വക ചിങ്ങപ്പുലരിയിൽ.